ഹായ്, അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പാവയ്ക്ക മെഴുക്കുവരട്ടിയാണ്. പക്ഷെ പാവയ്ക്ക മെഴുക്കുവരട്ടി ഉണ്ടാക്കുന്നത് സാധാരണ അടുപ്പിൽ വെച്ചല്ല, എയർ ഫ്രയർ ഉപയോഗിച്ചിട്ടാണ്. എയർ ഫ്രയർ എന്താണെന്ന് കാണണ്ടേ? വാ, ഇതാണ് ഞാൻ പറഞ്ഞ എയർ ഫ്രയർ എന്ന് പറഞ്ഞത് സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇതിൽ നമ്മൾക്ക് ആമസോണിൽ നിന്ന് വാങ്ങിയാണ്. അവിടെ ആമസോണിൽ കിട്ടും ഇത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട്. പല കമ്പനിയുടെ എയർ ഫ്രയർ ഉണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിവ്യൂ നോക്കിയിട്ട് വാങ്ങിക്കാം. നമ്മളിത് വാങ്ങിച്ചിട്ട് 2-3 വർഷമായി. ഇതാകുമ്പോൾ ഒരുപാട് എണ്ണയില്ലാതെയും ആക്കാം, കുറച്ച് എണ്ണയിലും ആക്കാം. എണ്ണയില്ലാതെയും എണ്ണയോട് കൂടി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും, എന്ത് സാധനം വേണമെങ്കിലും. ഇതിനകത്ത് കണ്ടോ ഒരു നെറ്റ് പോലൊരു സാധനം കണ്ടോ? അപ്പം നമ്മൾ എന്തോ ആണ് ഫ്രൈ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കത് ഒന്ന് മാരിനേറ്റ് ചെയ്യുക. ഉപ്പും മഞ്ഞളും എണ്ണയും ഇട്ട് മാരിനേറ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് വെക്കുകയാണെങ്കിൽ എക്സ്ട്രാ ഓയിൽ വരുമ്പോൾ അത് താഴത്തോട്ട് വന്നോളും. അപ്പോൾ അതുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മിനിമം എണ്ണയിൽ അതൊന്ന് ഫ്രൈ ആയത് കിട്ടും, നന്നായിട്ട് ഫ്രൈ ചെയ്ത് കിട്ടും, നല്ല വൃത്തിക്ക്. ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. അപ്പം നമുക്ക് ആദ്യം തന്നെ പാവയ്ക്ക അരിഞ്ഞെടുക്കാം. ഏത് ഷേപ്പിലാണോ നിങ്ങൾക്ക് ഫ്രൈ ചെയ്ത് കിട്ടേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഷേപ്പിൽ നമുക്ക് എടുക്കാം. നമ്മൾ ഈ സെമി സർക്കിൾ പോലെയാണ് അരിയുക. ഇതിപ്പോൾ കണ്ടോ, ഒരുപാട് മുറ്റിയതല്ല പാവയ്ക്ക, കണ്ടോ പച്ച കുരുവാണ് അതിനകത്ത്. അപ്പോൾ പിന്നെ നമുക്ക് കുരു കളയണമെന്നില്ല, കാരണം നമ്മൾ അത് എയർ ഫ്രയറിൽ ഫ്രൈ ചെയ്യുമ്പോൾ നല്ല കറുമുറ നമുക്ക് കിട്ടും. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. അത് നല്ല കട്ടിക്കുരുവാണെന്നുണ്ടെങ്കിൽ കളയാം. അതുപോലെ തിന്നായിട്ടാണ്, നേർത്തിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഇത് കണ്ടോ, ഇപ്പം നന്നായി കട്ട് ചെയ്ത് നേർത്തിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ, തിന്നായിട്ട്. ഇതാണ് ഇതിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തിരിക്കുന്നത്. നീളത്തിൽ വേണമെങ്കിൽ നീളത്തിലെടുക്കാം, തിന്നായി കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതുകൊണ്ടാണ് തിന്നായി എടുക്കുന്നത്. എല്ലാം തിന്നായിട്ടാണ് കട്ട് ചെയ്തത്. ഒരു നമുക്ക് മനസ്സിലാവത്തില്ല, കാരണം അത് ചെറിയൊരു ഒരുപാട് മുറ്റാത്ത പാവയ്ക്കാണിത്. മുറ്റിയതാണെങ്കിൽ കുരു കളയണം. നമുക്കിതിനെ ഒന്ന് മാരിനേറ്റ് ചെയ്യാം. ഇച്ചിരി ഉപ്പിടാം. നമുക്കതൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഇച്ചിരി എണ്ണയും കൂടെ, സ്പ്രേ ചെയ്യുന്ന എണ്ണ കിട്ടും, അതാണ് നിങ്ങൾക്ക് സൗകര്യമെങ്കിൽ അങ്ങനെ. അതല്ല എണ്ണ ഒഴിച്ചിട്ട് കൈ കൊണ്ട് മാരിനേറ്റ് ചെയ്യാനാണ് ഇഷ്ടം എന്നുണ്ടെങ്കിൽ അങ്ങനെ. നമ്മൾ ഒലിവ് ഓയിലാണ് ഉപയോഗിക്കുന്നത്. നമുക്ക് ഇച്ചിരി ഉപ്പിട്ട ശേഷം ശകലം എണ്ണ ഒഴിച്ചിട്ട് എല്ലാം ഒന്ന് പുരട്ടിയെടുക്കാം, എണ്ണ പുരട്ടിയെടുക്കാം. ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏത് എണ്ണയാണോ ഇഷ്ടം അത് എടുക്കാം. നമ്മൾ കുക്കിംഗ് ഓയിൽ ഇതിന് എടുക്കുന്നത് ഒലിവ് ഓയിലാണ്. നന്നായി എല്ലാ കഷ്ണത്തിനും എണ്ണ വരുന്ന മാതിരി അതൊന്ന് പുരട്ടി വയ്ക്കാം. ഒരു 10 മിനിറ്റ് വയ്ക്കാം നമുക്കിങ്ങനെ. നമുക്കിനി ഇതിനകത്തുനിന്ന് പകുതി, നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉള്ളതനുസരിച്ച്, ഒരുപാടാണെങ്കിൽ പകുതി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്ക് എയർ ഫ്രയറിലോട്ട് ഫ്രൈ ചെയ്യാൻ വെക്കാം. അപ്പോൾ 10 മിനിറ്റ് ആയി നമ്മളിത് എണ്ണയൊക്കെ പുരട്ടി വെച്ചിട്ട്. നമ്മൾ ഇതിനകത്തോട്ട് ഇടുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കണ്ടോ ഇതിനകത്ത് ഈ ഹോള് നമ്മൾ അങ്ങനെ അടച്ചിട്ടില്ല, ഇടയ്ക്കിടയ്ക്ക് ഹോള് കാണാം. അപ്പോൾ അങ്ങനെ ഉണ്ടാകുമ്പോൾ നമുക്ക് ആ എക്സ്ട്രാ എണ്ണ താഴോട്ട് ഊറിപ്പോവുകയും ചെയ്യും. അതുപോലെ തന്നെ നന്നായി ഫ്രൈ ചെയ്ത് കിട്ടുകയും ചെയ്യും. എല്ലാം കൂടെ ഒന്നിച്ചിടുവാണെങ്കിൽ വെന്ത് കിട്ടും, നമുക്ക് തോരൻ്റെ ഭാഗത്തിന് വെന്ത് കിട്ടും. പക്ഷേ മെഴുക്ക് വരട്ടിക്ക് ആവില്ല. അതുകൊണ്ട് നമ്മൾ ആ ഒരു ഗ്യാപ്പ് ഇട്ടിട്ട്, ഒരുപാടുണ്ടെങ്കിൽ ഒരു ഗ്യാപ്പ് ഇട്ട് ആ ഹോള് കാണുന്ന രീതിയിൽ നമുക്ക് എയർ ഫ്രയറിലോട്ട് ഇടാം. എന്നിട്ട് നമുക്കിതിനെ ഓണാക്കാം. ഒരുപാടുണ്ടെങ്കിൽ നമുക്ക് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടിടാം. നമുക്കിതിനെ ഓൺ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറയാം. ബൈ ഡീഫോൾട്ട് നമ്മൾ ഓൺ ചെയ്യുമ്പോൾ 15 മിനിറ്റ് ആണ് വരുന്നത്. പിന്നെ അത് ടെമ്പറേച്ചറും കാണിക്കുന്നുണ്ട്. നമുക്ക് വേണമെങ്കിൽ ചൂട് ഇച്ചിരി കൂട്ടി കൊടുക്കാം. അപ്പോൾ ആ ചൂടിൽ നമുക്കത് 15 മിനിറ്റ് കൊണ്ട് അത് ഫ്രൈ ചെയ്ത് കിട്ടും നമുക്ക്. ഇപ്പോൾ ഏകദേശം 5-6 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഇതൊന്നും ഒതുങ്ങി കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ ബാക്കിയും കൂടെ ഒന്നിച്ചിട്ട് വയ്ക്കാം. കണ്ടോ, നമുക്കിത് ആദ്യത്തേത് ഒന്ന് ഒതുങ്ങി കിട്ടിയപ്പോൾ നമുക്ക് രണ്ടും കൂടെ ഒന്നിച്ച് ഫ്രൈ ചെയ്യാൻ പറ്റും. നമുക്കിത് ഇടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് എല്ലാ സ്ഥലത്തോട്ടും എത്തും. താഴെയുള്ളത് മുകളിൽ ഭാഗമായിട്ട് തിരിഞ്ഞ് മറിഞ്ഞൊക്കെ നോക്കാം. അപ്പോൾ ഏകദേശം ആയി കാണാം, നമുക്ക് കാണാം. അതിൽ നോക്കി കണ്ടോ, ഒന്ന് നന്നായി മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടോ, നന്നായി മൊരിഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഭാഗമാണ്. അപ്പോൾ അരിഞ്ഞ് വെച്ച് പാവയ്ക്ക, അതിൻ്റെ കൂടെ കുറച്ച് പിന്നെ ഉള്ളിയും കൂടെ ഇട്ട് അരിഞ്ഞ് വെച്ച് പൊട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം. അത് ചോറിൻ്റെ കൂടി നല്ലതാണ്. നമ്മൾ എന്തെങ്കിലും ഫ്രൈഡ് റൈസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡായിട്ടും എടുക്കാം. നല്ല ടേസ്റ്റാണത്.
പുലാവിൻ്റെ സൈഡായിട്ട് അല്ലെങ്കിൽ ലെമൺ റൈസിൻ്റെ സൈഡിൽ അങ്ങനെ എന്തെങ്കിലും സൈഡായിട്ട് കൂട്ടാൻ നല്ല ടേസ്റ്റാണ് ഇതിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ. Thank you for watching. Please subscribe and share with your friends.